ഞാൻ പറ്റിച്ചേ. സ്റ്റോപ്പ് ഷൗട്ടിംഗ്. പ്രിൻസിപ്പൽ സാർ വരുന്നുണ്ട്. കുട്ടികള്, ഇതാണ് വിക്കി തനേജ. നിങ്ങളുടെ ക്ലാസ്സിലെ പുതിയ കുട്ടിയാ. ഇവന് കുറച്ച് മെഡിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇവന് ഈ ട്രാക്ക് സൂട്ട് ഒക്കെ ഇടും. വിക്കി, ഇനി നീ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടോളൂ. ഞാൻ കഴിക്കാൻ പോട്ടെ. ഹലോ വിക്കി. ഹലോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബോർഡിൽ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് പകർത്തി എഴുതിക്കൊള്ളുക. വിക്കി, ഇന്ന് നിന്റെ ആദ്യത്തെ ദിവസമാണ് ഈ ക്ലാസ്സിൽ. അതുകൊണ്ട് നീ ഈ ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല മാഡം, ഞാനും ഈ ടെസ്റ്റ് എഴുതിയേക്കാം. ഞാൻ എല്ലാ പാഠങ്ങളും നല്ലപോലെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ്സ് വെരി ഗുഡ് വിക്കി. ഇന്ന് നിന്റെ ആദ്യത്തെ ദിവസമാണ്, എന്നിട്ട് നീ ടെസ്റ്റ് എഴുതാൻ മടി കാണിക്കുന്നില്ലല്ലോ. ഐ ആം വെരി ഇംപ്രസ്ഡ്. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും വിക്കിയുടെ ഈ പെരുമാറ്റം കണ്ട് ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. ശരി, ഞാനൊരു കാര്യം ചോദിക്കാം. ആരായിരിക്കും ക്ലാസ്സിൽ ഫസ്റ്റ് വരിക? അവന്റെ എഴുത്ത് കണ്ടോ? പോലീസ് ട്രെയിനിങ്ങിനെക്കാളും വേഗതയുണ്ട്. മിസ്, ഞാനിത് ടെസ്റ്റ് എഴുതി കഴിഞ്ഞു. എന്ത് ഇത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞോ? ഈ ആൻസർ ശരിയാണ്, ഇതും ശരിയാണ്. ഇതും ശരിയാണല്ലോ. ഓ, ഇതും. വിക്കിക്കാണ് ഫുൾ മാർക്ക്. 50 ഔട്ട് ഓഫ് 50. വെൽ ഡൺ വിക്കി. ഇന്ന് നീ ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്നാണ്, എന്നിട്ട് ക്ലാസ്സിൽ ഫുൾ മാർക്ക് നീയും വാങ്ങിച്ചിരിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മിസ്. കുട്ടികളെ, ഇന്ന് സ്പോർട്സിൽ റേസിംഗ് കോമ്പറ്റീഷൻ ആണ്. എല്ലാവരും ചെന്ന് ഓടാൻ തയ്യാറായിക്കോളൂ. Okay students, on your mark, get set, go. Unbelievable. ഇത് ശരിക്കും ഒരു കൊച്ചുകുട്ടി തന്നെയാണോ? എനിക്ക് തോന്നുന്നത് ഇത് ഏലിയന്റെ വല്ല കുട്ടിയായിരിക്കും. ഇത് മനുഷ്യന്റെ രൂപം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഒന്നും മിണ്ടാതിരിക്കെ ശിവ. ഈ വിക്കിയുടെ സ്പീഡ് അത്ര നല്ലതല്ല. കാരണം ആദ്യം റൈറ്റിംഗിലും ഇപ്പൊ റണ്ണിങ്ങിലും. അതെ രവ, വിക്കി ഒരുപാട് ടാലന്റഡ് ആണ്. വിക്കി, you are the best. വരാൻ പോകുന്ന ഇന്റർനാഷണൽ സ്കൂൾ സ്പോർട്സ് കോമ്പറ്റീഷനിൽ നമ്മളുടെ സ്കൂളിൽ നിന്നും നീ വേണം പങ്കെടുക്കാൻ. പറഞ്ഞത് കേട്ടോ? ശിവ, നീ സ്കൂളിലെ ഭയങ്കര ഹീറോ ആയിരുന്നല്ലോ. എല്ലാരും പാടുമായിരുന്നു ശിവ 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 ശിവാന്ന്. ഇനി അതൊക്കെ അവസാനിച്ചേട്ടാ. ഇനി വിക്കി 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 എല്ലാരും പാടാൻ തുടങ്ങും. ശിവയുടെ കാലമൊക്കെ കഴിഞ്ഞ് ഇനി വിക്കിയുടെ കാലാണ് മോനെ. ശിവോ, നീ വലിയ കുംഫു ഫൈറ്റർ അല്ലേ? നമുക്കൊരു കാര്യം നോക്കിയാലോ? വിക്കി നിന്നെ കുംഫുവിന് തോപ്പിക്കും. യാതൊരു കാരണവും ഇല്ലാതെ ഇങ്ങനെ തല്ലു പിടിക്കുന്നത് ശരിയല്ല. എനിക്കത് ഇഷ്ടല്ല. കമോൺ ഫ്രണ്ട്സ്. പേടിച്ചു പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ നേരിടാൻ വാടാ. ഹായ് സാർ. ഹലോ പാപ്പ. എന്തു പറ്റി വിക്കി മോനെ? മോനെന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ പാപ്പ, ഇന്ന് ഈ സൂട്ട് കാരണം സ്കൂൾ ടെസ്റ്റ് റൈറ്റിംഗിൽ ഞാനാണ് ഫസ്റ്റ് വന്നത്. റേസിലും ഞാനാണ് ഫസ്റ്റ്. അടുത്ത ഇന്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷനിൽ എന്റെ സ്കൂളിൽ നിന്ന് ഞാനാണ് പങ്കെടുക്കുന്നത്. വെൽ ഡൺ വിക്കി. നീ തന്നെ എല്ലായിടത്തും മുൻപന്തിയിലെത്തണം. എല്ലാവരുടെയും മുന്നിൽ നീ ഒരു ഹീറോയായി കാണാനാണ് ഈ അച്ഛന്റെ ആഗ്രഹം. കേട്ടല്ലോ?
പപ്പയ്ക്കറിയോ എന്റെ ക്ലാസ്സിൽ ശിവാന്ന പേരുള്ള ഒരു ചെറുക്കനുണ്ട്. സ്കൂളിൽ എല്ലാവരും അവനെ ഹീറോ ആയിട്ടാ കാണുന്നത്. ഇന്ന് അവൻ 0 ആയി. എന്നിട്ട് ഞാനാ ഹീറോ ആയത്. എന്റെ മോൻ ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്ക്. അത്ഭുത ശക്തിയുള്ള ഈ ട്രാക്ക് സൂട്ട് നിനക്ക് ഇണങ്ങണമെങ്കിൽ നീ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ആ ട്രാക്ക് സൂട്ടിന്റെ ശക്തി നിനക്ക് സഹിക്കാവുന്നതിലും പുറമായിരിക്കും. എന്താ പ്രൊഫസർ സാറേ, ഞാൻ പറയുന്നത് ശരിയല്ലേ? വിക്കി മോനെ, നിനക്ക് ഈ ട്രാക്ക് സൂട്ട് ഇടണമെങ്കിൽ അച്ഛൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം, എന്നാലേ ശരിയാകൂ. ഈ ട്രാക്ക് സൂട്ട് കാരണമാണ് നീ മിടുക്കനായി തീരുന്നത്. ഓക്കെ അങ്കിൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. പപ്പയ്ക്കറിയോ ആ ശിവ കുങ്ഫു എക്സ്പെർട്ട് ആണ്. അതുകൊണ്ട് പപ്പ ഒരു പ്രാവശ്യം എന്നെ കൊണ്ട് അവനെ കുങ്ഫു കോമ്പറ്റീഷനിലാക്ക്. ഞാൻ അവനെ തീർച്ചയായും തോപ്പിക്കും. എന്നിട്ട് സ്കൂളിലുള്ള എല്ലാവരും എന്നെ ഹീറോ ആയി മാത്രമേ കാണൂ. ഓക്കെ മോനെ, അതുകൊണ്ട് നീ ഇന്ന് തന്നെ നിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കൂ. ഹലോ വിക്കി, ഇന്നലെ 2 ചിങ്കിടികളായിട്ട് വന്നിട്ട് കുംഫു ചെയ്യാനായിട്ട് ശിവയെ നീ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചല്ല. ഇന്ന് ശിവയായിട്ടൊന്ന് കുംഫു ചെയ്യ്. ഇപ്പൊ ഇവിടെ വെച്ച്. വേണ്ട അത് പിന്നെ അവര് വെറുതെ പറഞ്ഞതാ. അല്ലേലും ഞാനിപ്പോ ജോഗിങ്ങിനാണല്ലോ പോകുന്നത്. എനിക്ക് ഒരു ഫൈറ്റും ചെയ്യണ്ട. ഞാൻ റെഡിയാണ് ശിവ. എനിക്കാരും പേടിയില്ല. ഞാൻ വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അല്ല, പെട്ടെന്ന് ഇവന്റെ നിറം മാറിയത് എന്താ? ആരെങ്കിലും ഉണ്ടോ? ധൈര്യമുള്ളവനെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വാ. ഐ ആം റെഡി. ഇപ്പോഴല്ലേ ഇവന് ശിവയായിട്ട് കുംഫു ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞത്. വെള്ളം കുടിച്ച് ഈ സൂട്ടൂട്ട് വന്ന ശേഷം ഇവന് പെട്ടെന്ന് ശക്തി കിട്ടിയാ. വിക്കി, ഇവരെന്തൊക്കെ പറഞ്ഞാലും ശ്രദ്ധിക്കണ്ട. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ല. എന്നാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. അടവ് പറഞ്ഞു പോകുന്ന കണ്ടില്ലേ പേടിത്തൊണ്ടന്മാര്. എന്താ ഇത് ശിവ? വിക്കി, എന്റെ ആളുകൾ പ്രിൻസിപ്പലിന്റെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടും. നിന്റെ കഴിവ് തെളിയിക്കാനായി നീ പുറകെ പോയി ആ ബാഗ് തട്ടിപ്പറിച്ച് തിരിച്ചു കൊണ്ടുവരണം. പ്രിൻസിപ്പൽ മാത്രമല്ല, ഈ സ്കൂളിലുള്ള എല്ലാവരും നിന്റെ പുറകിൽ തന്നെയാകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? റെഡി? എന്റെ ബാഗ്! പ്രിൻസിപ്പൽ സാർ, സാറിന്റെ ബാഗ് ഞാൻ എടുത്തോണ്ട് വരാം. ഇത് ഇപ്പൊ ആപ്പിലായാലും നിങ്ങൾ പൊക്കോ. സർ, ഇതാ നിങ്ങളുടെ ബാഗ്. താങ്ക് യു ശിവ. കുട്ടികളൊക്കെ വേഗം ക്ലാസ്സിൽ പഠിക്കാൻ നോക്ക്, സമയമായല്ലോ.
ശിവ, ആ വിക്കിയില്ലേ, അവന്റെ അച്ഛന്റെ ഒപ്പം ഇപ്പൊ കാറിൽ പോയതേ ഉള്ളൂ. വിക്കി ചെളിയില് വീണപ്പോ അവന്റെ ട്രാക്ക് സൂട്ടിൽ നിന്നും സ്പാർക്ക് വന്നിരുന്നു. അതായത് അതില് വയസ്സുള്ളതുപോലെ തോന്നി. കൂട്ടുകാരെ, ഞാൻ ഇപ്പോഴും പറയാണ് ആ വിക്കി ഏലിയന്റെ മകനാണെന്ന്. ഏലിയന്റെ ഡ്രസ് റോബോട്ടിന്റെ പോലെ ഉണ്ടാകും. ഞാൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലയോടി, ഇത് വേറെന്തോ കാര്യമാണ്. അവന്റെ ട്രാക്ക് സൂട്ട് വളരെ വ്യത്യസ്തമാണ്. അവൻ സ്കൂളിൽ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് പോലും ആ ട്രാക്ക് സൂട്ട് ഇട്ടിരുന്നു. റേസിംഗിന്റെ സമയത്തും അവൻ ട്രാക്ക് സൂട്ട് ഇട്ടിരുന്നു. അപ്പോഴൊക്കെ അവന് ശക്തി കൂടുതലാണ്. രാവിലെ ജോഗിങ്ങിന്റെ സമയത്ത് ട്രാക്ക് സൂട്ട് ഇല്ലാതെ ഫൈറ്റ് ചെയ്യാൻ പോലും അവൻ പേടിച്ചു. പിന്നെ വണ്ടിയിൽ നിന്നും ട്രാക്ക് സൂട്ട് ഇട്ട് വന്നതിന് ശേഷം അവന്റെ എനർജി പഴയതുപോലെ നമ്മുടെ മുൻപ് കാണിക്കാൻ തുടങ്ങി. എനിക്ക് ആ വിക്കി ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. വിക്കിന്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ ക്ലാസ്സിൽ കയറാൻ സമയമായി.